ഹായ് ഹലോ VKR ബ്ലോഗ്സിലെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങളിന്ന് പഴനിക്ക് പോവാണ്. അപ്പോൾ പഴനിക്ക് പോണതിൻ്റെ കാര്യം എന്താ വെച്ചാൽ മോന് സുഖമില്ലാത്ത സമയത്ത് ഒരു നേർച്ച നേർന്നുണ്ടായിരുന്നു. അപ്പോൾ പഴനിയിൽ പോയി എൻ്റെയും മോൻ്റെയും മുട്ടടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ മാത്രമല്ല അന്ന് പോണത്, എൻ്റെ വൈഫുണ്ട്, പിന്നെ മോനുണ്ട്, വൈഫിൻ്റെ അമ്മ ഉണ്ട്, പിന്നെ അതേമാതിരി തന്നെ സഞ്ജു ഉണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ ട്രെയിനിലാണ് പോകുന്നത്. വ്യാഴാഴ്ച 4:40 ഓടുന്ന ട്രെയിനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 16:200 ആണ് ട്രെയിനിൻ്റെ നമ്പർ കേട്ടോ. വിരുന്നുനഗർ വരെയാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച ആർക്കെങ്കിലും പോകണമെങ്കിൽ അങ്ങനെ പോയിക്കോളൂ, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഡയറക്റ്റ് പളനി വഴിയാണ് ഈ യാത്ര പോകുന്നത് കേട്ടോ. അടിപൊളിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലധികം തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഒരു പാലക്കാടൊക്കെ കഴിയുമ്പോൾ, അല്ലെ പാലക്കാടൊക്കെ പകുതിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഫ്രീ ആയി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോയതാട്ടോ. സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ച് പാലക്കാട് 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് ഇടും കേട്ടോ. കാരണം വെച്ചാൽ അവിടെ നിർത്തിയിട്ടിട്ട് അവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോവുക. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ടിക്കറ്റ് എടുക്കാം. ഒരു 115 രൂപയോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. 460 രൂപയാണ് ടോട്ടൽ വരുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ അമ്പൂസിന് വളരെ സന്തോഷമായി. അപ്പോൾ അമ്പൂസൻ എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ യാത്ര ചെയ്യാനും ഇതാക്കാനൊക്കെ നല്ല സുഖമായി കേട്ടോ. അപ്പോൾ അമ്പൂസൻ്റെ കൂടെ ഞാനും കളിക്കാൻ കയറി. എന്താ വെച്ചാൽ മുകളിലൊക്കെ നല്ല സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ അമ്പൂസന് എന്താ പറയുക, കരച്ചിലും വീഴ്ചയൊന്നുമില്ല. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒരാളാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ മൂപ്പരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുനെൽവേലിയാണ്. അമ്പൂസിനെ കണ്ടപ്പോൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വന്നതാ. അമ്പൂസിന് ഭയങ്കര ഹാപ്പിയായി. കാരണം ആ ബിസ്ക്കറ്റ് വെച്ചായി കളി. പിന്നെ ആർക്കും കൊടുക്കുന്നില്ല, കാരണം ആര് ചോദിച്ചാലും കൊടുക്കുന്നില്ല. ഞങ്ങൾ യാത്ര പോയതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും പുള്ളീനെ കണ്ടതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. പിന്നെ അമ്പൂസന് കുറച്ച് വെറീസ് പിടിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു ഷാളൊക്കെ കെട്ടി അമ്പൂസനെ റൊട്ടില പോലെയാക്കി ഒന്ന് കെട്ടാൻ നോക്കി. ഒരു രക്ഷയില്ല. അപ്പം ബാക്കി നമുക്ക് പളനി വെച്ച് കാണാം. പളനിയിൽ അമ്പൂസനെ കുറേ മുട്ടടിക്കാൻ നോക്കി, ഒരു രക്ഷയില്ല. കുറേ പിടിച്ച് വെച്ച് കുറച്ച് വടിച്ച്, എന്നിട്ടോ അത് എന്താ പറയുക, അമ്പൂസൻ ചാടി. എന്താ പറയുക, അമ്പൂസൻ തീരെ സമ്മതിക്കില്ല. പക്ഷെ അവസാനം നമ്മൾ അടിക്കും കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ചെറിയ മക്കളൊക്കെ ആയതുകൊണ്ടേ, കാരണം അവർക്കും കുറച്ച് പേടിയാ അടിക്കാനും ഇതാക്കാനൊക്കെ. അപ്പോൾ അമ്പൂസനെ മാറ്റി വെച്ച് ഞാനടിച്ച്. കാരണം വെച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. കാരണം വെച്ചാൽ അവൻ ഒന്ന് റെഡി ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച്. അങ്ങനെ പുള്ളിക്കാരൻ വളരെ അടിപൊളിയായിട്ടാട്ടോ ചെയ്യുന്നത്. കാരണം തലയിൽ വെള്ളമൊക്കെ ആക്കി, വെള്ളം നന്നായി സെറ്റ് ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്ത് നമ്മുടെ എന്താ പറയുക ബ്ലേഡൊക്കെ വെച്ച് വളരെ സ്പീഡിലാട്ടോ കാര്യങ്ങളൊക്കെ. ഇവിടെ ഫ്രീ ആണ്. പക്ഷേ ഫ്രീ എന്ന് പറഞ്ഞാൽ കൂടി അവർ ദക്ഷിണ മേടിക്കുന്നത് 100 രൂപ. അവർ 50 രൂപയൊന്നും കൊടുത്താൽ അവർ മേടിക്കൂല. 100 രൂപ തന്നെ കൊടുത്താൽ മാത്രമേ അവർ മേടിക്കുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഫ്രീ ആയിട്ട് മുട്ടയടിക്കുന്നു ഇതാക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ബാക്കി ബ്ലേഡ് കാര്യങ്ങളൊക്കെ അവിടുന്ന് തരും. പക്ഷേ അവർ ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് അവർ ചോദിച്ച് തന്നെ മേടിക്കും. പിന്നെ നമ്മളിപ്പോൾ 2-3 പേരൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തുനിന്നുള്ള വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടും. കാരണം വെച്ചാൽ ദക്ഷിണ ഒറ്റൊന്നായി പോകരുതല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്ത് അവർ 2 സ്ഥലത്തേക്ക് പറഞ്ഞു വിടും. അത് അവരെ നേക്കാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കയറുമ്പം തന്നെ കുറേ ഇതുപോലത്തെ പൂജാ സ്റ്റോറുകളൊക്കെ ഉണ്ട്. പൂജാ സ്റ്റോറുകളൊക്കെ നമ്മളടുത്ത് വന്ന് പേരൊക്കെ ചോദിച്ച് നമ്മളെ സുഖമായിട്ട് മേടിച്ച് നമ്മളെ പേരൊക്കെ മേടിച്ച് അവരിൽ നിന്ന് ഷീട്ടാക്കിയിട്ടൊക്കെ വരും കേട്ടോ. പക്ഷെ അത് വെറും തട്ടിപ്പാണ്. കാരണം അവരെ പൂജാ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാകാൻ വേണ്ടിയിട്ട് എനിക്കൊരു കിറ്റും കൂടെ അവർ തന്നിട്ടുണ്ടായിരുന്നു. 580 രൂപയോ 600 രൂപയൊക്കെ അതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ അത് ഭയങ്കര ചാർജ് ആയതുകൊണ്ട് എന്ത് ചെയ്ത് ഞാനത് ഒഴിവാക്കി കേട്ടോ. കാരണം ഭയങ്കര ചാർജ് അവർ മേടിക്കുന്നത്. രണ്ടാമത് അമ്പൂസൻ്റെ ഘട്ടെത്തി. അമ്പൂസനെ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്പൂസനെ ഫുള്ള് ക്ലീൻ ചെയ്ത കോലാണ് ഈ കാണുന്നത്. ഞങ്ങൾ മല കയറാൻ പോവാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ചിത്ര പൗർണമി ആയിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കാണ്. അല്ലാത്ത സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ലൈൻ ഉണ്ട് കേട്ടോ. 200 രൂപ 300 രൂപേൻ്റെ ലൈനൊക്കെ ഉണ്ട്. കഴിയുന്നത് അതൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.